കമലേഷ്, നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിച്ചിരിക്കുന്നു, വിശദാംശം. ഷമി, കൗൺസിൽ യോഗം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പലവിധ വിഷയങ്ങൾ, അതായത് സുഗതന്റെ വിഷയം ഉൾപ്പെടെ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതനെ പുറത്താക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDFും UDFും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വലിയ ബഹളം ഇതിനകത്ത് വെക്കുന്നത്, വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ വിവിധ അജണ്ടകളാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അജണ്ടകളിലേക്ക് കടക്കാൻ കൗൺസിലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് കൗൺസിൽ യോഗത്തിനകത്ത് ഇടതുപക്ഷം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ വന്നതോടുകൂടി അജണ്ടകൾ വേഗത്തിൽ പാസാക്കി കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ഇവിടെ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. കൗൺസിൽ യോഗം ആരംഭിച്ചത് 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു തരത്തിലുമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൗൺസിലിന് കഴിഞ്ഞില്ല, മേയർക്ക് കഴിഞ്ഞില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഷമി, തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിച്ചിരിക്കുന്നു, മേയർ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നൽകാൻ കഴിയുന്നത്. കൗൺസിലർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കമലേഷ്, മേയർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാതെ പുറത്തേക്ക് പോയത്? യോഗത്തിൽ പങ്കെടുക്കാതെ പുറത്തേക്ക് പോയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് മേയർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധമാണ് നഗരസഭാ കൗൺസിൽ ഹാളിനകത്ത് നടക്കുന്നത്. LDFന്റെ ഭാഗമായി വലിയ പ്രതിഷേധം, അതായത് കോർപ്പറേഷൻ ഭരണസമിതിയോ അതോ ഗുണ്ടാ കളരിയോ അതുപോലെ തന്നെ നിരവധി, അതായത് ഗുണ്ട പ്രവർത്തനമാണ് നടക്കുന്നത് തുടങ്ങിയ വലിയ നിലയിലുള്ള കാര്യങ്ങളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഉയർത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് LDF കടന്നിരിക്കുന്നത്. വലിയ നിലയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നിലവിൽ ഇപ്പോൾ കൗൺസിൽ ഹാളിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നിലവിലൊരു സാഹചര്യം. ഈ ദൃശ്യങ്ങളിൽ ഈ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് LDFും UDFും നടത്തുന്നത്. ഇത് സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് പ്രധാനമായും ഈ പ്രതിഷേധം വരുന്നത്. ഇപ്പോൾ LDF അംഗങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. കാപ്പ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDFന്റെ വലിയ പ്രതിഷേധം ഉയരുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൗൺസിലർമാരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. കൗൺസിൽ യോഗം തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ യോഗം അവസാനിപ്പിച്ച് മേയർ VV രാജേഷ് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് കമലേഷ് നൽകുന്ന വിവരം. കമലേഷ്, വലിയ പ്രതിഷേധം LDFന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. സുഗതനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം മാത്രമാണോ, അതല്ല നഗരസഭയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമടക്കം ഉയർത്തിയാണോ പ്രതിഷേധം? ഷമി, എല്ലാ വിഷയങ്ങളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. എന്നാൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സുഗതനെ ഈ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം തന്നെയാണ്. ഇപ്പൊ നിലവിൽ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട് കാപ്പ കേസിൽ ഉൾപ്പെട്ട സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. ആ സുഗതന് കഴിഞ്ഞ 2 കൗൺസിലുകളിലായി ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 3ാമത്തെ കൗൺസിലിലും പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് കൗൺസിലിൽ നിന്ന് സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും LDF മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യം തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും ഈ കൗൺസിൽ യോഗത്തിലും LDF ഉന്നയിക്കുന്നത്. അത് ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് നിലവിൽ LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ മേയർ VV രാജേഷിന്റെ ചേംബറിന് മുന്നിൽ, മേയറുടെ ചേംബറിന് മുന്നിലാണ് LDFന്റെ പ്രതിഷേധം നടക്കുന്നത്. കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്ന് മേയറുടെ ചേംബറിന് മുന്നിൽ മുദ്രാവാക്യം വിളികളോടെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നിലവിൽ ഇപ്പോൾ ഈ നഗരത്തെ വർഗീയ കലുഷിതമാക്കാൻ അനുവദിക്കില്ല, കൗൺസിലർമാർക്കും ഗുണ്ടാ ആക്രമണം ഏൽക്കേണ്ടി വന്ന സാഹചര്യം, ഗുണ്ടായുസത്തിന് മേയർ നേതൃത്വം നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്ലക്കാർഡിനകത്ത് ഉൾപ്പെടെ LDF മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. ഏതായാലും ആ നിലയിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് കോർപ്പറേഷനകത്ത് LDF നേതൃത്വം നൽകുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. VV രാജേഷ് ചേംബറിൽ നിന്ന് നിലവിൽ ഇപ്പോൾ താഴേക്ക് പ്രകടനമായി LDFന്റെ കൗൺസിലർമാരെല്ലാം തന്നെ താഴേക്ക് പോവുകയാണ്.
തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ LDFന്റെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാപ്പ കേസിൽ പ്രതിയായ 19 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള R സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDFന്റെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. കാപ്പ കേസിൽ പ്രതി ജയിലിലാണിപ്പോൾ. അയാളെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതേസമയം തന്നെ 18-19 കേസുകളിൽ പ്രതിയായ സുഗതനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്ന നിലപാടാണ് BJP ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മേയർ VV രാജേഷും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം പൂർണ്ണമായും ഗുണ്ടാത്തലവനെ സംരക്ഷിക്കുന്ന നിലപാടാണ്